പെരുന്നാളിന് വിളമ്പാനായിട്ട് നല്ല അടിപൊളി ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ? അതും റൈസിന്റെ ഓരോ ബൈറ്റിലും നല്ല ഫിഷിന്റെ ഫ്ലേവേഴ്സ് ഒക്കെ നിറഞ്ഞത്. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ 1/2 കിലോ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കട്ടിയുള്ള കനമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവരാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ മസാല മീനിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. മീനിന്റെ രണ്ട് വശത്തും ഒരേപോലെ മസാല നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഈ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള മീൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഈ മീൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഒരു വശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറുവശം കൂടി നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. എന്നിട്ട് സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ ഞാനിവിടെ 2 കപ്പ് കൈമ റൈസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് ഉപ്പ്, 5 ഗ്രാമ്പു, അതുപോലെ 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 2 ഏലക്കായ, അതുപോലെ 2 തക്കോലം, 2 ബേ ലീവ്സ്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ പെരുംജീരകം, 1 ചെറുനാരങ്ങയുടെ നീര്, 1.5 ടീസ്പൂൺ ഓയിൽ ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വെള്ളം ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 90% വേകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയിട്ട് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 2.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അല്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് നമുക്ക് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരും എരിവിനൊക്കെ അനുസരിച്ച് പച്ചമുളക് എടുക്കാം. വേറെ മുളക് പൊടി നമ്മൾ എക്സ്ട്രാ ഇതിന് മസാലയിലേക്ക് ചേർക്കുന്നില്ല. അതുകൂടി ചതച്ചൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ മീൻ വറുത്ത വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 3 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് ഈ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചെറു തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു കൈപ്പിടി അളവിൽ സവാള വറുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. 2 ചെറിയ തക്കാളി നന്നായിട്ട് പഴുത്തത് ചെറുതാക്കി നുറുക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടയുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞ മല്ലിയില, അതുപോലെ ഒരു കൈപ്പിടി അളവിൽ പുതിനയില ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ടിപ്പ് പറഞ്ഞു തരാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീനിൽ ഒരു കഷ്ണം എടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലയിലേക്ക് മീനിൻ്റെ ഫ്ലേവർ ഫുള്ളായിട്ട് കിട്ടാനാണ് ഇതുപോലെ നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നന്നായിട്ട് തിളപ്പിച്ച് വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ചെറു തീയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതിൻ്റെ മീതെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ മസാലയും മീനും കൂടി എല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടണം. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും 1 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള മീനിൽ നിന്ന് പകുതി ഒന്ന് മാറ്റി വെക്കാം. കൂടുതൽ മസാല അതുപോലെ കുറച്ച് മീൻ കഷ്ണങ്ങൾ നമുക്ക് പാനിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ദം ഇടാം. ഒരു ലെയർ റൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മീതെ ഒരു നുള്ള് ഗരം മസാല, അതുപോലെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാള, മല്ലിയില, പുതിനയില ഇത്രയും നമുക്ക് ഇതിൻ്റെ മീതെ ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മീതെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മെയിൻ പീസസും ബാക്കിയുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ മസാല അടിയിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ദമ്മിടുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാനാണ് അതുപോലെ ചെയ്യുന്നത്. ഇനി അതിൻ്റെ മീതെ വീണ്ടും റൈസ്, ഒരു നുള്ള ഗരം മസാല, വറുത്ത് വെച്ചിട്ടുള്ള സവാള, മല്ലിയില, പുതിനയില ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മീതെ നമുക്ക് കുറച്ച് നെയ്യ് കൂടി തൂവി കൊടുക്കാം. ഇനി ഒരു ദോശത്തവ ചൂടാക്കി എടുക്കാം. അതിൻ്റെ മീതെ നമ്മൾ ഈ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് ഏറ്റവും ചെറു തീയിൽ വെച്ച് നമുക്ക് 15 മുതൽ 20 മിനിറ്റ് വരെ ദം ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള നിറയെ ഫ്ലേവേഴ്സൊക്കെ ഉള്ള ഫിഷ് ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി മസാല നമ്മൾ എടുക്കുമ്പോൾ ഈ മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇതുപോലെ ഫ്ലേവർഫുള്ളായിട്ട് ഫിഷ് ബിരിയാണി ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്യണേ.